ഇച്ചായ ഇച്ചായ ഏയ് എന്തു പറ്റി? ഇച്ചായനെന്താ ഭയങ്കര ഒരു ബലത്തില്? എവിടെ അമ്മു? So that's it. അമ്മൂനെ അന്വേഷിക്കാനെന്നും പറഞ്ഞോണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന മട്ട് കണ്ടപ്പോഴേ വിചാരിച്ചതാ ഞാൻ, ഈ പുള്ളിക്കാരൻ ഇതിനെ കരയിച്ചിട്ട് അടങ്ങത്തുള്ളൂന്ന്. ഇറ്റ്സ് ടു ബാഡ്. ആലിസ്, തൽക്കാലം നീ ഡൽഹിക്ക് തിരിച്ചു പോകുന്നില്ല, കുറഞ്ഞതൊരു 2 ആഴ്ചത്തേക്ക്. I'll tell you when to go back. ഇച്ചായ, അമ്മ ഇവിടെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിൽ. രവിച്ചായ, look, ഞാൻ No, don't say no. ഇച്ചായ, don't say no. അമ്മു, ബാങ്കിലും പിന്നെ പലരുടെ കയ്യിലും ഒക്കെ ആയിട്ട് പെട്ടുകിടന്ന ഷെയർസും ഡോക്യുമെന്റ്സും ഒക്കെ ഇതില് തന്റെ അച്ഛന്റെ വക ഒക്കെ പണം അടച്ച് റിലീസ് ചെയ്യിക്കാൻ പറഞ്ഞിരുന്നു രവി. ഒറിജിനൽസ് ഒക്കെ വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മുവിന്റെയും ബാംഗ്ലൂരിലെ കുട്ടികളുടെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്. വാങ്ങിച്ചോളൂ. വെറും 1.25 മില്യന്റെ കാര്യമല്ലേ ഉള്ളു ബായി. തരാന്ന്. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ശരി, അയ്യനാ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞില്ലേ പുല്ല്. പരാ. യെസ്, ഗുഡ് ഈവനിങ് ബോസ്. പിന്നെ എങ്ങനെയുണ്ട് ഗേൾസ്? ഓൾ കജാമജ? യെസ് ബോസ്. പാർട്ടി പട്ടാജിയുടെ ആണെങ്കിലും പെങ്കൊച്ചുങ്ങളെ നമ്മളേറ്റതാ. മാനം കെടുത്തിയേക്കല്ലേ? എന്റെ പൊന്ന് സേഡ്ജി, ഈ ഒടയമ്പരാനുണ്ടല്ലോ, ഒടയമ്പരാൻ, ഗോഡ് ആ പുള്ളിക്കാരനെ പറ്റി പറയുന്നത് പോലെ ഭട്ടാജിയുടെ കാര്യം ചിലപ്പോ കിടന്ന് മുട്ടിപ്പായി വിളിച്ചാ പോലും കാണുകയല്ല. ചിലപ്പോ ചുമ്മാ മനസ്സിലൊന്ന് വിചാരിച്ചാ മതി, അപ്പ പ്രത്യക്ഷപ്പെട്ടുകളയും. അതാ ഭട്ടാജി. नमस्ते भट्टा जी. नमस्ते भट्टा जी. Welcome everybody. Welcome to my party. No, we welcome you भट्टा जी. We welcome you. Come on, follow me. Come on. इचाय, call for you. चंदन बाबा, Yeah. बॉम्बे. अदे. हाँ पापा बोलिए. Ravi, dance with me. You. Come on, Vikas. Yes, come on. Yeah. भट्टाजी,
Get out. ഇറങ്ങി പടി. ഏയ് ए निन्ने उड़े कारण पाड़ लिया एंड कुड़े निकल जा ऐसे भट्टाजी गो 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 ओए किधर जा रहे तुम लोग अबे ए रतन गो बैक बैक हरी अप वरणम वरणम मेजर साहब वेलकम टू माय पार्टी अरे देख विदाउट इनविटेशन आता है हमारी पार्टी में फिर भी हम इसे अपना ऑनरेबल गेस्ट मानते हैं This is my present for you. लो. अरे ये कौन अंजलि बख्तियार ओ भगवान इतंगने इवलंगने वन्नु मेजरते कुड़े व्हाट अ सरप्राइज मैन ഹേയ്. ഇതിലങ്ങനെ വലിയ പെരുത്ത അത്ഭുതമൊന്നും സംഭവിക്കാനില്ല കൃഷ്ണനാരായൺ പട്ട. വേണമെങ്കിൽ നിന്റെ പഴയ പെഷാവർ സുഹൃത്തില്ലേ, പഴയ സെൻട്രൽ സെക്രട്ടറി മാഡം അഞ്ജന ഭക്തിയാർ, ഇവിടെ അമ്മ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഷീ വിൽ ടെൽ യു. ഒരു തവണ അവിടെ പറഞ്ഞു തരുന്ന നിനക്കവര് ഇവളെന്താ ഇവിടെ എന്ന്. अरे क्या इंटेलिजेंट है वाह എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് മേജറിന്റെ ഈ വരവ് അല്ലേ? ओके ओके छोड़ो इन बातों को एप्पा इंडा पार्टी स्पॉइल आकर आज सिर्फ मजा करने का दिन है कम ऑन जॉइन अस मेजर करना कुड़ी कैन समथिंग रियली हॉट अरे गेट मेजर साहब द बेस्ट ड्रिंक ऑफ द डे तू तो ज्यादा नाटक कर रहा है कृष्णनारायण भट्टा, बहुत ज्यादा नाटक कर रहा है. क्या क्या बोला मेजर ഒരുപാട് നാടകം കളി വേണ്ടെന്ന്. ये क्या कर रहा है तू समझ में नहीं आ रहा मेजर साहब टेल मी वन थिंग व्हाट डू यू वांट नाउ Look, I just want to tell you that you are an idiot. क्या അതേടാ, ആദ്യം പോർട്ടില് എല്ലാം പിടിച്ചെടുക്കാൻ നീ അയച്ച കൂലിത്തലുകാരൻ മൻസൂർ, ഹി പ്രൂവ്ഡ് എ കവർഡ്. പിന്നെ ഇപ്പൊ ഇവള് അഞ്ജലി ഭക്തിയാർ, ഇവളെ പോ ഒരു സുന്ദരി തിടമ്പിനെ അങ്ങോട്ട് വേഷം കെട്ടിച്ച് അയച്ചാൽ എന്റെ ബിസിനസ് രഹസ്യങ്ങൾ അപ്പാടെ ചോർത്തിയെടുത്ത് വെട്ടി വിഴുങ്ങിക്കളയാമെന്ന് സ്വപ്നം കണ്ട നീ ഒരു ഒന്നാം തരം വിട്ടി. ബേവഖൂഫ് ടു ദ കോർ. സോ ഇനി ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോ ട്രൈ സംതിങ് ബെറ്റർ, ട്രൈ സംതിങ് ബ്രില്യന്റ്. ഓക്കെ? ए, ऐसे कैसे जाएगा तू हैं? सिर्फ बात ही करता और कुछ नहीं करता हैं? मारेगा नहीं मुझको ये मारेगा नहीं हैं? ये मारेगा नहीं अरे देख डरता है ये अरे रतन देख मैं परमिशन दिया इसको लेकिन फिर भी नहीं मारता है ये चल चल गेट लॉस्ट हट कुत्ते गोली मत चलाना हट पीछे हट 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 अभी तुम डरता है ना? देखो കൃഷ്ണനാരായൺ ഭട്ട, പണ്ട് ബോംബെയിൽ നിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായിരുന്ന ചോട്ടാ ഷംഷീർ ഒരു ഒറ്റവെടി തോക്കിങ്ങനെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചിട്ട് പന്നി ചുട്ടുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഒരു സാമ്രാജ്യം വെച്ചൊഴിഞ്ഞ് നാട് വിട്ട് ഓടിപ്പോന്നവനാ നീ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മറുരാജ്യത്ത് അഭയാർത്ഥിയായി കടന്നുകൂടിയിട്ട് ഇവിടെ ഇരുന്നുകൂടെ ചെമ്പൂരും മാട്ടുങ്കയും ധാരാവിയും അടക്കി വാഴുന്നു എന്ന് വീമ്പിടക്കുന്ന നിന്നെ കാണുമ്പോ I can see through you. I can see that you are scared and that you are still too puny. ഇനി വേണമെങ്കിൽ നിനക്കെന്നെ ഷൂട്ട് ചെയ്യാം. നേർക്ക് നേരെയല്ല, ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോ ഏതൊരു ഭീരുവും ചെയ്യാൻ ധൈര്യപ്പെടുന്നത് പോലെ യു ക്യാൻ ഷൂട്ട് മീ ഫ്രം ബിഹൈൻഡ്. നിനക്കെന്നെ പിന്നെ വെടിവെക്കാം. ഡു ദാറ്റ് അറ്റ് ലീസ്റ്റ് ഇഫ് യു ഡെയർ. You like him? You like him? Do you really like him? You like him? well, I don't know. You idiot! You bloody you like him! ले जाओ इसे! Idiot! बर्बाद कर दिया साले ने! ले जाओ! बटा जी साले को ऐसे चोटने के नहीं था बटा जी. तो क्या करने का था? डरने का क्या बटा जी, ऐसा पटक पटक मारने का साले को. ए साले विक्टर सेबेस्टियन, गोली चला देता मैं उस पर, गार बन जाता मैं सबके सामने, जैसा उसने बोला था वैसा ही करता मैं, पीछे से गोली चला देता मैं. बटा जी मुझे तो छोड़ो. ये भी डरता है साला, ये भी डरता है साला, और मैं भी डरता हूँ साले रवि बाबन से.
अगर तुम्हें अपना डर खत्म करना है ना तो तुझे उसे खत्म करना होगा। अभी तक मेरे और रवि वामन के पीछे कोई दुश्मनी नहीं थी। मैं बोला ना तुझको, मैंने जो कुछ भी किया केजे नायर के लिए किया, लेकिन आज के बाद सिर्फ मेरा एक ही दुश्मन है, वो है रवि वामन। Okay. Yes, sir. Sir. Good morning, boss. മോർണിംഗ്. Did you settle KPMG? Yes, boss. And how is the day likely in a hectic? Yes, boss. At 9:30 sharp, you're meeting Mr. I'll make it. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചന്ദ്രേട്ടൻ ഒന്ന് കാണണം. Where is he? Downstairs. In the showroom? Yes, boss. Come. Sure, sir. I'll do that for you. Morning, boss. മോർണിംഗ്. 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 How are you, Mr. Nair? താങ്ക് യു. ഐ എം ഫൈൻ. No, you're not. You're not fine. കൊണ്ടുപോയി സിംഗിൾ ഒഴിക്കടാ. രവി, Come. You wait here. Sir. നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ ചന്ദ്രേട്ടൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് രാവിലെ മുതൽ രാക്കുഴി കൂവും വരെ ഒരു 12-16 പെഗാണ്. ദാറ്റ് വാസ് ഫൈൻ ദെൻ. പക്ഷെ ഇന്നിപ്പോ ഈ 58-ാം വയസ്സിലും ഈ കൊച്ചുളുപ്പാങ്കാലത്ത് തന്നെ കയ്യിൽ മൂന്നാമത്തെ ലാർജ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ഫൈൻ ആൻഡ് ഫെയർ എനിമോർ. ആൻഡ് യു ആർ നോട്ട് ഗ്രോയിങ് യങ് ഓൾസോ. കം ഓൺ നൗ. സീനിയർ ഡയറക്ടർ ചന്ദ്രൻ നായർക്ക് ഘനഗംഭീരമായിട്ട് എന്നോടൊന്ന് പറയാനുണ്ട് അല്ലേ? യെസ്. കിഷൻ ഭട്ട. യെസ്, അതെ. ഇന്നലത്തെ സംഭവത്തിൽ ഒരു പക്ഷേ കിഷൻ ഭട്ടയെ തോൽപ്പിച്ചു എന്നൊരു തോന്നലും വിശ്വാസമൊക്കെ കാണും രവിക്ക്. പക്ഷെ അത്ര കണക്കാക്കണ്ട. ഹി ക്യാൻ ബി ടു വെനമസ്. സോ സൂക്ഷിക്കണം. മേലിലും രവി ഉപദ്രവിക്കാൻ തന്നെയാണ് ഭട്ടയുടെ പരിപാടി. അതെങ്ങനെ അറിയാം? അതെങ്ങനെ മനസ്സിലായി ചന്ദ്രേട്ടന്? വിക്ടർ ഫോൺ ചെയ്തിരുന്നു പഴയ സ്നേഹബന്ധത്തിന്റെ പേരിൽ അല്ലേ? അതിന് വിക്ടർ എവിടെ? ഹി വാസ് നോട്ട് ദേർ. വിക്ടർ അവിടെ ഉണ്ടായിരുന്നു ചന്ദ്രേട്ടാ. കമോൺ ചന്ദ്രേട്ടാ. എന്നിട്ട് എന്ത് പറഞ്ഞു വിക്ടർ? ലുക്ക് രവി, ദേ വാണ്ട് എ കോംപ്രമൈസ്. ഹോങ്കോങ്ങിലും ബാങ്കോക്കിലും പിന്നെ ഗോവയിലുള്ള നമ്മുടെ റിസോർട്ട്സ് അതവർക്ക് ലീസിന് വിട്ടുകൊടുക്കണം. പിന്നെ ഇവിടെ പോർട്ടില് ഭട്ടയുടെ ആക്ടിവിറ്റീസിനുള്ള അത്യാവശ്യം ഇട കൊടുക്കണം. ഇടമെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ചരക്കിറക്കണം. എസ്പെഷ്യലി ഇടമെന്ന് വെച്ചാൽ ഫോർ സ്മഗ്ലിംഗ്. ഇവിടെ പാടില്ലാത്ത എന്തും ഇറക്കുമതി ചെയ്യണം ഭട്ടയ്ക്ക്, ഇൻക്ലൂഡിംഗ് ഡ്രഗ്സ്. എന്റെ പേരും സ്വാധീനവും ഉപയോഗിച്ച്. ആൻഡ് ഇറ്റ് മീൻസ് ബിഗ് മണി, റൈറ്റ്? റൈറ്റ്. ഇറ്റ്സ് ബിഗ് മണി. ഇറ്റ് ക്യാൻ മേക്ക് യു ഫിൽത്തി. Get lost, Mr. Chandra Nair. It can make me filthy rich. It can make me stinking rich. Please. നാറുന്ന പണത്തിന്റെ കണക്ക് പറഞ്ഞ് വലവരിച്ചാൽ വീഴുന്ന ഇരയല്ല രവി മാമനെന്ന് മറ്റാര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെങ്കിലും അറിയണം, മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് യു, സിൻസ് യു നോ മീ ടു വെൽ. രവി, ഞാൻ Excuse me, sir. Yes. ഇത് അഗ്രിമെന്റ് കോപ്പി, അക്കൗണ്ട്സ് റെസിപ്റ്റ്സ് ആൻഡ് ലീഗൽ നോട്ടീസ്. രവി, there's a problem. ഇതാ മാണിക്ലാൽ ആൻഡ് രാജൻ ട്രേഡേഴ്സിന് സ്വാമിനാഥൻ സാർ ഇഷ്യൂ ചെയ്തൊരു ചെക്കിന്റെ പ്രശ്നമാണ് ഫോർ 5 lakhs dirhams. ഇതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവൻ പണം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അമ്മൂനെ കോടതി കയറ്റാൻ അവരുടെ പരിപാടി. അറിയാലോ, വെറുതെ പേരിനാണെങ്കിലും സ്വാമിനാഥൻ സാറിന്റെ ഓരോ ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ് അമ്മു മാഡം ഒക്കെ. അറിയാം. പക്ഷേ ഈ പണത്തിന്റെ മുക്കാലം സാറ് ജീവിച്ചിരുന്നപ്പോ തന്നെ തിരിച്ചു കൊടുത്ത് തീർത്തുന്നല്ലേ മുമ്പ് ചന്ദ്രേട്ടൻ പറഞ്ഞത്, അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തിട്ട്? അതെ, തീർത്തതാണ്. ഇനി ഒരു 50,000 ബാലൻസ് കാണും ഇനിയിപ്പോ അവർക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. പക്ഷെ ഒപ്പിട്ട ചെക്കും ഒറിജിനൽ റെസീപ്റ്റ്സും ഒക്കെ ഇപ്പോഴും മനക്കിലാലിന്റെ ഫയലിൽ തന്നെയാണ്. വി ഹാവ് ഓൺലി ഫോട്ടോസ്റ്റാറ്റ്സ്. Make me a check for 50,000 in the name of Maniklal and Company. Yes, sir. അല്ല, പറയുമ്പോ പിന്നെ ഞാൻ അതിൽ വിട്ട് സംസാരിക്കുന്നു എന്ന് തോന്നരുത്. യെസ്, പറഞ്ഞോളൂ. ഇതുപോലെ സ്വാമിനാഥൻ ആൻഡ് കമ്പനിയുടെ മുഴുവൻ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തന്നെയാണോ രവിയുടെ പുറപ്പാട്? What do you mean? അല്ല, ഇതുവരെ തീർത്ത് തന്നെ ഒരുപാട് പണമായിരിക്കുന്നു. ഇന്ന് ഇത്, നാളെ ഇനിയും വരും. ഏതൊക്കെയോ സെറ്റിൽമെന്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് പലർക്കും ഇതുപോലെ ചെക്കുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ സ്വാമിനാഥൻ സാറ്? അതൊക്കെ രവി തന്നെ ചുമക്കാന്ന് വെച്ചാൽ
ചന്ദ്രേട്ടൻ ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചന്ദ്രേട്ടനാണെങ്കിൽ എല്ലാം തകർന്ന് നിലമ്പത്ത് നിൽക്കുന്ന കാലം. ഇതുപോലൊരു ചെക്ക്, വെറും 20,000 dirhams. ബാങ്കിൽ പണമടയ്ക്കാനില്ലാത്തത് കൊണ്ട് ചന്ദ്രേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റൊരു നിർവാഹമില്ലാതെ സ്വാമിനാഥൻ സാറിനോട് ചെന്ന് പറഞ്ഞു ഞാൻ. അന്ന് 20 പകരം 25 കൊടുത്ത് പരാതിയില്ലാന്ന് എഴുതി വാങ്ങിയിട്ടാ സാറ് ചന്ദ്രേട്ടനെ ജയിലിൽ നിന്ന് നടക്കുന്നത്. ഓർമ്മയുണ്ടോ? ഏറിയാലൊരു 10 വർഷം, അത്രേ ഉള്ളൂ. ഒന്നും മറന്നിട്ടില്ല രവി. പക്ഷെ ഇവിടെ ഐ എം കൺസേൺഡ് അബൌട്ട് യു ഓൺലി. ദാ ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഉടക്കിനാണ് രവി പോകുന്നതെങ്കിൽ ബെറ്റർ ബി കെയർഫുൾ. മണിക്കലാൽ ഈ രാജനൊക്കെ വെറും ബിനാവികളാ രവി. പുറകിലുള്ളത് കിഷൻപട്ടയാ. ഹീസ് ദ ഫോഴ്സ് ബിഹൈൻഡ്. Excuse me. Sir, may I? യെസ്. രവി 5 ലക്ഷം തീർക്കേണ്ടടുത്ത് 50,000 ചെക്കും കൊണ്ട് അതിസാഹസത്തിന് രവി പോകുന്നെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? പ്ലീസ്. രവിമാമൻ സംരക്ഷിച്ചൊടുവില് പാവം അമ്മു സ്വാമിനാഥൻ ദുബായ് ജയിലിനകത്തായി പോയി എന്നൊരു പേരുദോഷം വരാൻ പാടില്ല രവിക്ക്. പ്ലീസ് ടേക്ക് കെയർ. യൂസഫ്, ചന്ദ്രേട്ടന്റെ പഴയ മുഖം മനസ്സിലുണ്ടോടാ നിനക്ക്? നീയും ഞാനും ചന്ദ്രേട്ടനൊക്കെ തമ്മിൽ ആദ്യം കാണുന്ന കാലത്തെ മുഖം. അന്നത്തെ ആ പഴയ ചൂതുകളിക്കാരന്റെ മുഖമുണ്ട് ഇപ്പൊ ചന്ദ്രേട്ടന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക്. ഡു യു സീ ദാറ്റ്? എന്തോ അറിയില്ല. നമുക്ക് അമ്മൂനെ കൂടെ വിളിക്കണം. ഓൺ ദ വേ. കം. അൽഹംദുലില്ലാ. പണ്ടിതായി സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് ഞാൻ. പോർട്ടിൽ ബിസിനസ് തുടങ്ങിയ കാലത്ത് പലിശയ്ക്ക് പണം തേടിയിട്ടേ അന്നിങ്ങനെ വാങ്ങിച്ച് ഇവിടുത്തെ ഈ കട്ട് ത്രോട്ട്സിന്റെ പിടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഒരിക്കലും ഇതുപോലെ കൂടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അച്ഛൻ. വലൈക്കും. अरे भगवान, ये कौन? आइए ना रवि साहब. എത്ര കാലമായി ഭായ് കണ്ടിട്ട്. आओ ना यूसुफ. अरे ये चौकरी कौन है रवि साहब? आइए बेटे, जरा हाथ पकड़ना मेरा. पकड़ो ना. Come on, उठ जा. अच्छा. അതെ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടി തെറ്റിയാൽ മാർവാടിയും വീഴുന്നു. സംസാ? क्या? आप ठीक है ना? हाँ हाँ बिल्कुल ठीक है. പണ്ട് പലിശക്കടം എഴുതിത്തെല്ലാം പകരം ഭാര്യയെ ഒരു രാത്രി കൂട്ടിന് വിടാമെന്ന് നിർദോഷമായെന്ന് ചോദിച്ചു പോയതിന് ചെകിടടച്ചൊരൊറ്റ പൊത്തുപൊത്തിയതാ ഒരു പട്ടാണി. ടപ്പ്. ഒറ്റയടിക്ക് 2 ചെവിയുടെയും 2 പീസായി പോയി ചേട്ടന്റെ. ഹലോ രവിജി. നല്ല പറ്റിയ ടീമാ. അയ്യോടി, വന്ന കാലത്തന്നെ നിൽക്കുവാണോ? ഇരുന്നോട്ടെ. യൂസഫ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്ന്. ഇരി ഇരി കൊച്ചേ. കേട്ടോ കൊച്ചേ, ഇപ്പൊ കേറിയങ്ങ് ഭയങ്കര കോടീശ്വരനായി പോയാലുണ്ടല്ലോ, ഈ കൈയുടെ മൂടി വിടുന്ന. എന്റെ ഒരു വായ്പയും വാങ്ങിച്ചോണ്ടാ ചരക്കെടുക്കാനായിട്ട് ഫസ്റ്റിലത്തെ പോക്ക് ഇറാനിലോട്ട്. എന്നാ സാറേ, ശരിയല്ലയോ ഞാനീ പറയുന്നേ? രവി സാറിന് എന്നതാ ഒഴിക്കണ്ടേ? ലാർജ്? അമ്മൂസ് എന്നല്ലയോ പേര്? രണ്ടായാലും ഒത്തതാ മോളെ. അമ്മൂസിനൊന്ന് ഒഴിക്കട്ടെ ലൈറ്റ് ആയിട്ട്, ഒരു ശകേലം. ഓക്കേ. കേട്ടോ ലാലാജി, ഭയങ്കര മുറ്റ് ഡാൻസിന്റെ ടീമായി കൊച്ച്. നമുക്കിതിനെ ഒന്നങ്ങ് പൊക്കിയാലോ? ഹേയ് അല്ല, അടുത്ത ആഴ്ച അജ്മാലിൽ നമ്മുടെ വക ഒരു പാർട്ടി വെക്കുന്നുണ്ടേ. ബെല്ലി ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ്. കൂട്ടത്തിൽ അമ്മൂസും കൂടെ ചുമ്മാ കയറി ഒന്ന് അരച്ച് കലക്കട്ടെ രവി സാറേ. കുച്ചിപ്പുടീസോ റിക്കാർഡ് ഡാൻസോ എന്ത് തന്നെ ആയാലും നല്ല എറിപ്പായിരിക്കും. അല്ലയോ ലാലാജി? മസാകനാ. രാജൻ, ഓണം തിരക്കുണ്ട്. നില്ലെന്നേ, ഒറ്റ മിനിറ്റ്. മോളെ, രാജൻ ജേക്കബ് മറ്റത്തിൽ M.Com, മറ്റത്തിൽ രായച്ചായ എന്ന് പറയും. മോക്ക് ഈ ദുബായിൽ എന്നാ കോപ്പ് വേണേലും ശരി, ചുമ്മാ ഇച്ചാന്റെ സെൽ നമ്പർ ഒന്ന് കറക്കിച്ചാ മതി. പെർഫ്യൂംസ് വേണോ? സെൽഫോൺസ് വേണോ? ഗോൾഡ് സൂക്കി പോണോ? രാജൻ, പേപ്പേഴ്സ് കൊണ്ടുവാ. കേറി സെൽഫിഷ് ആവില്ലേ സാറേ, ഞാനൊന്ന് എടുത്തോട്ടെ. കീപ് മൈ കാർഡ്. ഓക്കെ. വേണ്ട മോളെ, ദേ ഇതാണ് മോളുടെ അച്ഛൻ ഒപ്പിട്ട ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്. ഇത് ഒപ്പ്, ഇത് എമൗണ്ട്
5 lakhs dirhams. ആ കേട്ടോ മോളെ, ബിസിനസ് ഇപ്പൊ ഭയങ്കര വലിച്ചിലായതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ കേസിനും വഴക്കിലൊന്നും നിൽക്കാതെ മോളുടെ യഥം പോലെ ഉള്ളതായിട്ട് നന്ദിച്ചാൽ മതി എന്ന് പറഞ്ഞേനെ ഈ രാഞ്ചായ. സോ ദിസ് ചെക്ക് ഈസ് ഫോർ 5 lakhs, റൈറ്റ്? അതെന്നാ ചോദ്യമാ രവി സാറേ, ദേ മുന്നിലെടുത്ത് തുറന്നു വെച്ചേക്കുമല്ലയോ, കാണാൻ മേലായോ? അപ്പോ എങ്ങനെയാ നമ്മുടെ പേയ്മെന്റ്? ചെക്കോ ക്യാഷോ അതോ മോള് നേരിട്ട്? എടോ രാജൻ, യെസ്. ഒരു 4,50,000 പല തവണകളായിട്ട് തിരിച്ചടച്ചു എന്നുള്ള റെസീറ്റും ഡീറ്റെയിൽസും ഉണ്ട് സ്വാമിനാഥൻ സാറിന്റെ അക്കൗണ്ട്സിൽ. യാ. യെസ്. പിന്നെ എങ്ങനെ വെറും 50,000 5 ലക്ഷം കൂടെ എന്റെ കണക്കിൽ? ചിലപ്പോ ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ ആരേ സാറേ, 50,000 5 ലക്ഷം ആയിരിക്കും. കേട്ടോ ലലാജി, ഇല്ലെങ്കിൽ ഇയാൾ ചത്തുപോയവരെ മാന്തി എടുത്ത് കോടതി കൊണ്ടുവന്ന് കൂട്ടുകയറ്റി എടുത്ത് പറയിക്കട്ടെ എത്ര തന്നു എത്ര തന്നില്ലാന്ന്. എന്നാ അതെ, ദേ എവിടെ തന്റെ ഒപ്പിട്ട ചെക്ക ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആരാന്ന് വെച്ചാ മര്യാദയ്ക്കുള്ള കാശെടുത്ത് ഈ മേശപ്പുറത്തോട്ട് ഇട്ടില്ലായെങ്കിലുണ്ടല്ലോ വിവരം അറിയും. കൊച്ചകത്ത് കിടക്കും, ഉണ്ടയും വെള്ളവും തിന്നും. എന്നെ അത് കാണണോ രവി സാറിന്? യൂസഫ്, ദാ ഇത് എന്റെ ചെക്കാണ് 50,000. ടേക്ക് ദിസ് ആൻഡ് ഗിവ് ദ ഒറിജിനൽ. ഓക്കെ, 50,000 ചെക്ക്. പിന്നെ ബാക്കിയോ? ബാക്കി ഞാനൊരു കത്ത് തരും, പോയി കളക്ട് ചെയ്താൽ മതി. നീ കത്തോ? ഡോ ദേ ഒരുമാതിരി ആളെ. അതേടാ കത്ത്, നിന്റെ അപ്പൻ കന്നൊഴുകാരൻ ചാക്കോയുടെ പേർക്ക്. എന്താ വേണോ നിനക്ക്? നായേ, എടുക്കണ ചെക്ക്. അന്നെങ്കിൽ പോകരുത്, ചുട്ടുകളയുന്നില്ല ഞാൻ. കാശില്ലെങ്കിൽ വേണ്ടടാ. ദാ ഇവളോട് പറഞ്ഞീ, ഇപ്പൊ നിന്റെ കൂടെ പൊറുക്കുന്നത് പോലെ നാളെ ഞങ്ങളുടെ കൂടെ വന്ന് മാറി മാറി പൊറുക്കാൻ പറയണ ഇവളോട്. മൊത്തത്തിലങ്ങ് എഴുതി തള്ളിത്തരാൻ ഞാൻ സകല കടവും. അടുക്കരുത്, അടുക്കരുത്, നായിന്റെ മോനെ, ഈ നിൽക്കുന്ന കിഴട്ട് മാർവാടിക്ക് പ്രായം തികയാത്ത സ്വന്തം പെങ്ങന്മാരുടെയും പെമ്പർനോത്തിന്റെയും പാവാട ചരടച്ചു കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടായപ്പോ നിനക്ക് ഏത് പെണ്ണിന്റെയും മുഖത്ത് നോക്കി വില പറയണം, ഏത് പെണ്ണിനെയും കൂടെ പൊറപ്പിക്കണം. भगवान इसको छोड़ दो, इसको माफ कर दो. മാറി നിൽക്കണോ, പറടാ ചക്രം തരാൻ. देगा देगा अभी देगा. देखो मैं अभी चेक देता हूं तुम्हारा. हे भगवान, ये लो चेक, ये लो. അവിടെ കിടപ്പണ എന്റെ ചെക്ക് ഫോർ 50,000. വേണമെങ്കിൽ എടുത്ത് നക്കാൻ നിനക്ക്. എടാ പുല്ലേ, നീ നോക്കിക്കോ, മറ്റത്തിൽ രാജനായി പറയുന്നത്. ദേ ഇത് ഞാൻ പകരം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. അവന്റെ മറ്റടുത്ത രാജനെംകോ, അവന്റെ പെർഫ്യൂംസ്, അവന്റെ സെൽഫോൺ, അവന്റെ അപ്പന്റെ ഗോൾഡ് സൂക്ക്, ഒരൊറ്റ ചവിട്ടിൽ നിന്നെ ഇവിടെ അങ്ങ് തീർത്ത് കളഞ്ഞാലുണ്ടല്ലോ. ദേ എന്റെ അച്ഛയുടെ കിടക്കപ്പായ വരെ നീ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഈ കിഴട്ട് പന്നിയെ പോലും കിട്ടില്ല എനിക്കെതിരെ സാക്ഷി പറയാൻ. പറയടാ, പകരം ചോദിക്കണോ നിനക്ക്? വേണ്ട, നോ പ്ലീസ്. രായൻ